ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି କଣ ଖ୍ରୀଷ୍ଟିଆନ ଲୋକ ବିକିଲଣି ତମେ? କଣ ଇଏ କଥା? କାହା ପାଖରେ ପରମିଶନ ନେଇଛ? ତୁମ ପାଖରେ କୌଣସି ପରମିଶନ ଲେଟର ଅଛି? മതേതര ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രപരമായ സാമൂഹിക അനുഭവത്തെ പിടിച്ചുകുലുക്കിയ വർഷമാണ് 2025. ലോകത്തിൻ്റെയും ഇന്ത്യയുടെയും പൊളിറ്റിക്കൽ കലണ്ടറിൽ അതിനകത്തെ പ്രതിലോമകത അവിശ്വസനീയമാണ്. തിരിച്ചു സമ്മാനിക്കാനാവാത്ത അപൂർവ ക്രിസ്മസ് സമ്മാനം സംഘപരിവാർ സംഘടനകളും അവരുടെ തീവ്ര ഗ്രൂപ്പുകളും ക്രൈസ്തവർക്ക് സമ്മാനിച്ച ഡിസംബറാണ് കടന്നുപോകുന്നത്. 2025 25-ാം തീയതിക്ക് മുൻപുള്ള 10-15 ദിവസത്തിനിടെ രാജ്യത്തുടനീളമുണ്ടായ സംഭവ പരമ്പരകളുടെ അനുഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. മതേതര മനസാക്ഷിയെ രാജ്യത്ത് പലയിടത്തും, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പള്ളികൾക്കും സാന്റക്ലോസ് വേഷം ധരിച്ചവർക്കും കാരൽ ആഘോഷങ്ങൾക്കും നേരെ നടന്ന അതിക്രമ പരമ്പര ഭരണഘടന വിഭാവനം ചെയ്യുന്ന രാജ്യ യശസ്സിന് വലിയ കളങ്കമുണ്ടാക്കി. അതുമാത്രമല്ല, ലോകത്തിനു മുന്നിൽ മതേതര ഇന്ത്യയെ നാണം കെടുത്തുന്നു. അത് സാന്റ വേഷം വിൽക്കുന്നവരോട് നിർത്തിപ്പോകാൻ ആക്രോശിച്ച് ആക്രമിക്കുക, ക്രിസ്മസ് വസ്തുക്കൾ വിൽക്കുന്ന കടകൾ അടിച്ചു തകർക്കുക, പള്ളി പ്രാർത്ഥനകൾ തടസ്സപ്പെടുത്തുക. പാവം സാന്റയെ വരെ വെറുതെ വിടാത്ത വിദ്വേഷ സീസൺ ഈ ക്രിസ്മസ് കാലം കണ്ടു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മാളുകളിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ നശിപ്പിച്ചതടക്കം ഇത്തരം ആക്രമണങ്ങൾ തീവ്ര സംഘ ഗ്രൂപ്പുകൾ നടത്തിയിട്ടും പ്രധാനമന്ത്രി അടക്കമുള്ള BJP നേതാക്കൾ അപലപിച്ചില്ല എന്നതിലുണ്ട് ഉള്ളിലെ ചേതോവികാരം. ഡിസംബർ 14 രാജസ്ഥാനിലെ ദുൻഗൻപൂർ ബിച്ചിവാരയിലെ സെന്റ് ജോസഫ്സ് ചർച്ചിൽ RSS ബജ്രംഗ് ദൾ പ്രവർത്തകർ ആക്രമണം നടത്തി. ഇതൊരു വഴിമരുന്നിടലായി. ഉത്തരേന്ത്യൻ ക്രൈസ്തവ പള്ളികൾക്ക് മറ്റു നേരെയുള്ള ആക്രമണങ്ങൾ പതിവാണെന്നിരിക്കെ അതിലൊന്ന് ആഡ് ചെയ്യപ്പെട്ടു എന്നതേ ഉള്ളൂ രാജസ്ഥാനിലെ ആക്രമണം എന്നാണ് ജനം കരുതിയത്. പക്ഷേ ഞെട്ടിച്ചത് കേരളത്തിൽ അത് നടന്നപ്പോഴാണ്. പാലക്കാട് കാരൽ ടീമിനെ ആക്രമിച്ച സംഭവം പുരോഗമന മതേതര മനസ്സിനെ ആക്രമിക്കുന്നത് കൂടിയായി. അത് നടത്തിയവരിൽ ഭൂരിഭാഗം പേരും സംഘപരിവാർ അനുഭാവികളുമാണ്. UPയിലെ ബറേലിയിലെ ചർച്ചിലെത്തി ഹനുമാൻ ചലീസ ചൊല്ലിപ്പിച്ചത് ഞെട്ടിപ്പിച്ചു. ഹരിദ്വാർ ഗംഗാതീരത്തെ UP ടൂറിസം വകുപ്പ് ഹോട്ടലിലെ ക്രിസ്മസ് ആഘോഷം ഭീഷണി തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. പുണ്യനഗരത്തിൻ്റെ പവിത്രത ഇല്ലാതാക്കുമെന്നായിരുന്നു തീവ്ര ഹിന്ദു സംഘടനകളുടെ വാദം. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇത്തവണത്തെ ക്രിസ്മസ് അവധി UPയിലെ സ്കൂളുകളിൽ യോഗി സർക്കാർ റദ്ദാക്കി. പകരം വാജ്പേയി ജന്മശതാബ്ദിയുടെ പേരിൽ സ്കൂളുകളിൽ ബദൽ പരിപാടിക്ക് ഉത്തരവിട്ടു. BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ഈ മാതൃക പിന്തുടർന്നു. കോൺഗ്രസ് ഇടത് സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലെ ലോക്ഭവനിൽ BJP നിയമിച്ച ഗവർണർമാർ അതിനുള്ള ചാവേർ പണിയുമെടുത്തു. എത്ര നല്ല മതേതര മനസ്സുള്ള സർക്കാർ ഭരിക്കുന്ന രാജ്യമാണിതെന്ന് മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നതായി ഇതെല്ലാം മാറി. ക്രിസ്മസ് ആഘോഷം മാത്രമാണ് തങ്ങൾ നടത്തുന്നതെന്ന് സ്ത്രീകൾ പറഞ്ഞിട്ടും സാന്റ തൊപ്പിധരിച്ച സ്ത്രീകളെ പൊതുസ്ഥലത്ത് ബജ്രംഗ് ദൾ ആക്രമിക്കുന്നത് വീഡിയോകൾ പുറത്തുവന്നു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ സാന്റ തൊപ്പികളും ക്രിസ്മസ് വസ്തുക്കളും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്നും ക്രിസ്ത്യൻ വസ്തുക്കൾ വിൽക്കാനാവില്ലെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു. ഗാസിയാബാദിൽ ഒരു ഹിന്ദുത്വ നേതാവ് ഒരു പരിപാടിയിൽ കയറി ചെന്ന് ഭീഷണിപ്പെടുത്തി പാസ്റ്ററെ അപമാനിച്ച സംഭവം ഞെട്ടിപ്പിച്ചു. ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ക്രൈസ്തവ സംസ്കാര ചടങ്ങിനിടെ പ്രാദേശിക വിഭാഗം എതിർപ്പുമായി വന്ന് ആക്രമിച്ചു, വീടിന് തീയിട്ടു, പള്ളി നശിപ്പിച്ചു. ജബൽപൂരിൽ ക്രിസ്മസ് പരിപാടിക്കിടെ കാഴ്ച പരിമിതിയുള്ള ഒരു സ്ത്രീയെ BJP ജില്ലാ ഉപാധ്യക്ഷ അഞ്ജു ഭാർഗവ പരസ്യമായി അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. മധ്യപ്രദേശിലെ ജാംബുവയിൽ ഇടവകകൾക്ക് ക്രിസ്മസ് കാരൽ നടത്താനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. പരാതിയുമായി ലോക്കൽ പോലീസിനെ സമീപിച്ചെങ്കിലും പരാതി സ്വീകരിച്ചില്ല. ഒടുവിൽ അവർ ഹൈക്കോടതി ഇൻഡോർ ബെഞ്ചിനെ സമീപിച്ചു. RSSന്റെ 100 വർഷ അനുസ്മരണ പരിപാടിയിൽ സംസാരിച്ച മേധാവി മോഹൻ ഭാഗവത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും അതിന് ഭരണഘടനയുടെ അംഗീകാരം ആവശ്യമില്ലെന്നും പറഞ്ഞതിലുണ്ട് വർഗീയ ഉള്ളിരുപ്പ്. ദലിതനായ അംബേദ്കർ എഴുതിയ ഭരണഘടനയോടുള്ള ഉള്ളിലെ അമർഷം പ്രകടമായി എന്ന് മാത്രം. ഈ പറച്ചിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ
ഇന്ത്യയിലുടനീളം തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്ക് ഇന്ധനമായി. തപാൽ ജീവനക്കാരുടെ ക്രിസ്മസ് പരിപാടിയിൽ RSS ഗണഗീതം വേണമെന്ന് നിർദ്ദേശിച്ചത് ജീവനക്കാരെ പരിപാടി റദ്ദാക്കുന്നതിലേക്ക് പോലും എത്തിച്ചു. ഇങ്ങനെയൊക്കെയായിട്ടും ഇതിനെയൊന്നും അപലപിക്കാത്ത BJP നേതാക്കളാണ് രാജ്യത്തുള്ളത്. എന്നിട്ടും കേന്ദ്രമന്ത്രിമാരുടെ ക്ഷണം സ്വീകരിച്ച് ക്രിസ്മസ് വിരുന്നിന് പോയ സഭാ നേതൃത്വവുമുണ്ട്. ക്രിസ്മസ് വേണ്ടെന്ന് BJPയും ബജ്രംഗ് ദളും പറയുന്നത് കേട്ടിട്ടും ഒരു കേന്ദ്രമന്ത്രിയും വാ തുറന്നില്ല. സുരേഷ് ഗോപിയെ പള്ളിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന പുരോഹിതരും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊപ്പം ക്രിസ്മസ് വിരുന്നിൽ ആഘോഷം നടത്തുന്ന മതാധ്യക്ഷന്മാരും ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സ്വസഹോദരങ്ങളുടെ പീഡാനുഭവത്തെ വിസ്മരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കപ്പെട്ടു. ക്രിസ്തു പോലും ക്ഷമിക്കാനിടയില്ലാത്ത ഈ അവസരവാദിത്വവും അധികാരം നിലനിർത്താനുള്ള ത്വരയും പ്രകടിപ്പിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്നേ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹപ്രതീകമായ യേശു ഇറങ്ങിപ്പോയിരിക്കും എന്നത്. अर्जुन भाई अपन हिंदू है, सांता क्लास से एकदम से क्या संदेश देना चाहते हो? हाँ घर जाओ, सीधा घर जाओ, हाँ जाओ घर जाओ, सीधा घर जाओ। अरे ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं।